സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക്. ഭക്ഷ്യധാന്യം എത്തിക്കുന്ന വാഹന കരാറുകാർ അനിശ്ചിതകാല സമരം തുടങ്ങിയതോടെ റേഷൻ വിതരണം തടസ്സപ്പെട്ടു. FCIയിൽ നിന്നുള്ള ധാന്യ വിതരണവും മുടങ്ങും. വാഹന കരാറുകാർ പണിമുടക്കിയതോടെ സപ്ലൈകോ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് റേഷൻ കടകളിലേക്കുള്ള വിതരണം തടസ്സപ്പെട്ടു. പല റേഷൻ കടകളിലും റേഷൻ വിതരണവും ഇതോടെ മുടങ്ങിയിരിക്കുകയാണ്. അനിശ്ചിതകാല സമരം നീണ്ടാൽ വിതരണം പൂർണ്ണമായും നിലയ്ക്കും. പല കടകളിലും ഈ മാസത്തെ വിതരണത്തിനുള്ള ഭക്ഷ്യധാന്യം ഇതുവരെ എത്തിയിട്ടില്ല. ഗോതമ്പും ആട്ടയുമാണ് കൂടുതലായും ലഭിക്കാനുള്ളത്. ചിലയിടങ്ങളിൽ അരിയും കിട്ടാനില്ല. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മഞ്ഞ, പിങ്ക് കാർഡുകാർക്കുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിലാണ് ക്ഷാമം. റേഷൻ മേഖലയെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവണം. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന റേഷൻ കടകൾ, അതാണ് ഏറ്റവും പ്രധാന വിഷയം. കേരളത്തിലെ പട്ടിണി പാവങ്ങൾ ഈ റേഷൻ മേഖല ഈ വിലക്കയറ്റം രൂക്ഷമായ സമയത്ത്, അരിയുടെ വില 50-60 രൂപയിൽ എത്തിക്കുന്ന സാഹചര്യത്തിൽ, രൂക്ഷമായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവരുടെ പൈസ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ മേഖലയിൽ കിട്ടാനുള്ള ഉണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമരം നീണ്ടാൽ FCIയിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം നിലയ്ക്കും. ഇതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. കരാറുകാരുടെ സമരം എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഡിസംബർ മാസത്തെ വേതനം വ്യാപാരികൾക്ക് ഉടൻ നൽകണമെന്നും വേതനം എല്ലാ മാസത്തിലും ആദ്യ ആഴ്ചയിൽ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജനം, കോഴിക്കോട്.